ഹലോ ഗൈസ്, എൻ്റെ ആൽബർട്ട ട്രാവലിൽ രണ്ടാമത്തെ ദിവസത്തിലോട്ട് എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ ഇന്നലെ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തത് അഖിലേണ്ണാണ്. ഇന്ന് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പോണത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാട്ടോ. കാരണം ഞങ്ങൾ LKG തൊട്ട് ഒരുമിച്ചാണ് പഠിച്ചത്, 10ാം ക്ലാസ് വരെ സെയിം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ പേര് പറയാനുള്ള, നീ പേര് പറഞ്ഞോ. സോണറ്റ്. നാട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് നിസ്സാര ദൂരമുള്ളൂ. ആള് ഇതുപോലെ തന്നെ ആൽബർട്ടയില് ഇപ്പൊ ഹിൻഡനില് എന്തായിട്ട് വർക്ക് ചെയ്യണേ? ഞാനിവിടെ ജിയോമാറ്റിക്സ് ടെക്നോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, വലിയ പഠിക്കണ വലിയ ജോലിയൊക്കെ കേട്ടോ. അപ്പൊ നൈസാണ്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടി ഇന്ന് നേരെ ലേക്ക് ലൂയിസ് ബാൻഫൊക്കെ ഒന്ന് കാണാൻ പോവാട്ടോ. അപ്പൊ അതിന്റെ അടിപൊളി കാഴ്ചകളാണ് അല്ലേ? അതെ അതെ, ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ക്ലൗഡി ആവുന്നു. അതെ, ക്ലൗഡി ആവുന്നു. എന്തായാലും എത്തിയിട്ട് അറിയാം. ബാൻഫ്. യെസ്. പിന്നെ എങ്ങനെയുണ്ട് ആൽബർട്ട ജീവിതം? കുഴപ്പമില്ല, സത്യം പറഞ്ഞാൽ പീസ്ഫുൾ അല്ലേ? ഇപ്പൊ നീ കണ്ടില്ലേ, എന്താ പറയാ, ടൗൺ ചെറിയ ടൗണാ, സിറ്റിയിലൊക്കെ വളരെ കാമാ. അതെ, പീസ്ഫുൾ ലൈഫാ സത്യം പറഞ്ഞാൽ. യെസ്. അപ്പം ഇങ്ങനെ 1 by 1 ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും യാത്ര തുടരാണ് അല്ലേ? യെസ്. ഓക്കെ. ഒരു ജാസ്പറിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 3 hours ഡ്രൈവ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ചാട്ടോ ഇപ്പോൾ ഈ ഇൻട്രോ എടുക്കണം. കാരണം നേരത്തെ ലൈറ്റ് ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു സീനിക് വ്യൂ കണ്ടപ്പോൾ ഇവിടെ നിർത്തി ഇങ്ങനെ ഇൻട്രോ പറഞ്ഞാണ്. അപ്പോൾ ഓക്കെ ചേട്ടാ. യെസ്, കണ്ട എൻ്റെ ബാക്കിലൊക്കെ ഫുള്ള് മലയാണ്. നൈസാണ്, ഫുള്ള് മഞ്ഞ്. എൻ്റെ മുടിയിലൊക്കെ മഞ്ഞായി തുടങ്ങി. അപ്പം ഞങ്ങളിങ്ങനെ യാത്ര തുടരാണ്. ഓക്കെ. വണ്ടി വാങ്ങിച്ച് 4 മാസം കഴിഞ്ഞപ്പോൾ പോയത്. എന്തെന്നാ പങ്കറോട്ടി അടി ഇടിച്ചോ? വണ്ടി അടിക്ക് ഇറങ്ങിയതാ നേരെ സോണറ്റ് അല്ലേ? ജീവിതം പണയം വെച്ചിട്ട് എന്നെ ഫുള്ള് കണ്ടോ? ഫുള്ള് മഞ്ഞാണ് ഗൈസ്, ഭയങ്കര മഞ്ഞാണ്. അയ്യോ, നമ്മുടെ പാത നേരെയാക്കി തരാൻ പോയിട്ടുണ്ട്. അപ്പുറത്ത് കാണാനില്ല. ഇപ്പൊ നമ്മള് റോഡൊന്നും ക്ലിയർ അല്ല, അപ്പുറത്തുനിന്ന് വേറൊരു വണ്ടി ഉണ്ട്. അപ്പൊ ഇന്ന് ഫൺ ഡ്രൈവ് ആണ്. വളരെ ഗൈസ്, ഞങ്ങളിങ്ങനെ യാത്രയുടെ ഇടയിൽ വളരെ അല്ലേ എന്താ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം കണ്ടു. ഒരു സ്പോട്ട് കണ്ടപ്പോ നിർത്തി കൊടുത്തു. കിഡിലൻ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, വിഷ്വൽസ് ആഡ് ചെയ്യാം. ഇതിന് നമ്മൾ എന്താ പറയണേ ശരിക്കും? ഇത് ഒരു പേരുണ്ടായിരുന്നു, എന്തോ പറയൂ. അതെ, ഈ ആക്ടിവിറ്റിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ. അറിയില്ല. ഗൈസ്, ഞങ്ങൾ ചെറിയൊരു ഹൈക്കിംഗ് ആണല്ലേ, ചെറിയ ഹൈക്കിംഗ് ആണ് ഗൈസ്. അപ്പൊ സൂക്ഷിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് എന്തോരം വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും മാക്സിമം കാണിക്കാം. സോണിട്ട് നമ്മൾ ഇച്ചിരി റിസ്ക് ആണ് എടുത്തെങ്കിലും അല്ലേ, എന്നാലും കുഴപ്പമുണ്ടായില്ല. എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു, കയറായിട്ട് ഉരുണ്ടുള്ളിന് വീണു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇവൻ ഇങ്ങനത്തെ മലയും കാടൊക്കെ കയറി നടക്കുന്ന ടീമാ. എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തി. അടിയിൽ നിന്ന് കണ്ട സ്ഥലം എവിടേക്ക് ഞങ്ങൾ എത്തി. അടിപൊളി കേട്ടാ, കിട്ടില്ല. ഗൈസ്, അപ്പം ഞങ്ങൾ ജസ്റ്റ് മേലോട്ട് എത്തി. അപ്പം നമ്മുടെ ഒരു ഇന്ത്യക്കാരനുണ്ട്. ഹീസ് ഓൾസോ ഫ്രം ഇന്ത്യ ആൻഡ് ഹീസ് ഫ്രം ഡൽഹി and his name is Samuilia and he's guiding this activity, right? Yeah. I'm not guiding, with climbing here. We are part of a club. Okay, so sounds good. And the name of this activity is like winter climbing. Ice climbing. Ice climbing. Because you see, it's a waterfall. Yeah. It is frozen now. Okay. So underneath you can hear the water flowing. Yeah. So water, it's still water behind this ice. Okay. So we are standing on water and top layer is we ice. should be very careful, right? We should be very careful. That's what I was saying. If you telling those girls to be very careful, because this is ice and it can just
collapsed too. This is also a waterfall, This right? is the waterfall. No, yeah. like we are standing. Yeah, Okay. the water is flowing all the way over there. When you got there, you could hear that water over there. Okay. So it's Yeah, flowing yeah, all yeah, the- yeah. You could You're hear right, it. yeah. So where it is less ice, you can hear the water flowing. yeah. But where it's more, there's more ice over here, so you don't see it. So because it's all frozen, you see that's all Okay, yeah. frozen water. But underneath, the water is still flowing. Yes. Thank you so much. You're welcome. Yeah. Have fun. Drive Yes. safe. Yes. സോണ്ട സെറ്റ് അല്ലേ? എല്ലാം സെറ്റടാ Okay. Yes. അപ്പൊ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. ചെറിയൊരു ഹൈക്കിംഗ് ഒക്കെ ചെയ്തു. മേളിൽ ചെന്നപ്പോഴും ഇന്ത്യക്കാരൻ, എവിടെ എവിടെ ചെന്നാലും ചെന്നാലും ഇന്ത്യൻസ് ഉണ്ട്. നമ്മുടെ ഒരു മുദ്ര പതിയാത്ത സ്ഥലമില്ല കേട്ടോ ഗൈസ്. പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാ. നൈസ് ആണ്. ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് അവർ ചെയ്യണേ അല്ലേ? അതുണ്ട്. കാരണം തെറ്റി കഴിഞ്ഞാൽ പിന്നെ പാടാം, വെളിയിൽ നിന്ന് താഴേക്ക് വീഴും. യെസ്. പിന്നെ ഞങ്ങളിവിടെ ഒരു 45 മിനിറ്റ്സ് പുറത്ത് നിന്നപ്പോഴേക്കും കൈയും സാധനമൊക്കെ ഫുള്ള് തണുക്കാൻ തുടങ്ങി. അപ്പോൾ അവരെന്ന് വെച്ചാൽ ചിലപ്പോൾ രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരെ ഇതായിരിക്കും പരിപാടി. അപ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ട്, പക്ഷെ ഫണ്ണാണ് അല്ലേ? ഫണ്ണാണ്. യെസ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ കഴിഞ്ഞാൽ ലേക്ക് ലൂയിസ്, ദെൻ ബാൻഫ്. ഓക്കെ, ബൈ. ഗൈസ്, അങ്ങനെ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ലൊരു 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ടല്ലേ? മൊത്തം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. യെസ്. ഡ്രൈവ് കഴിഞ്ഞ് ഞങ്ങൾ ലേക്ക് ലൂയിസ് എത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടന്നങ്ങ് കയറണം. അപ്പോൾ വണ്ടി ബാക്കിൽ പാർക്ക് ചെയ്തു. സോണറ്റ് പറഞ്ഞു ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടെന്നാണ്. യെസ്. അപ്പോൾ ഒരു സീനറി കാണും. വിഷയ വ്യൂ ആയിരിക്കും. ഇന്നലെ രാത്രി ഡാനിക്ക് ഉണ്ടായ അതേ വൈബ് ഇന്ന് ഡാനിക്ക് കിട്ടും. അതെ, ഡാനിയിൽ നെട്ടോന്നൊക്കെയാണ് പറയണത്. യെസ്. സോണറ്റ് എന്നെ ഞെട്ടിക്കാനായിട്ട് കൊണ്ടുപോവാണ് ഗൈസ്. പോയി കണ്ടേച്ചും വരാം. ഗൈസ്, അപ്പോൾ ഞാനും സോണറ്റും ഇപ്പം നടക്കണത് ലേക്ക് ലൂയിസിലാണ്. വിൻ്റർ ആയതുകൊണ്ട് ലേക്ക് ഫ്രോസൺ ആണ്. ബട്ട് സ്റ്റിൽ ഇത് വേറൊരു കിഡിലിൻ ബ്യൂട്ടി ആട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എൻ്റെ ബാക്കിൽ കാണുന്നത് മൗണ്ടൻസ്. ഇത് ലേക്ക് ലൂയിസിൽ കൊണ്ട് നടക്കണം. പിന്നെ അവിടെ ഐസ് സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലേക്ക് ലൂയിസ് അല്ലേ? ഇതാണ് ലേക്ക്. സമ്മർ വേറൊരു വൈബ്, സമ്മർ വേറെ, വിൻ്റർ വേറെ വൈബ്. യെസ്. അടിപൊളി അടിപൊളി വ്യൂ. ഞാൻ എൻ്റെ വിഷ്വൽസൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ബൈ. സോണറ്റ് ഇതെടുക്കാനാണെന്നത്. അവിടെ കെച്ചപ്പ് ഉണ്ട്, അത് കെച്ചപ്പ് ചാടിപ്പോ. ഓക്കെ ഡോറ് ഗൈസ്. അതെന്താ ടെമ്പറേച്ചറാ? നീ നിന്റെ വർക്കിന്റെ അവിടത്തെയാ? നീ എന്നെ സീനാണല്ലോ സോണ്ടെ. കണ്ട അവന്റെ ഗ്ലൗസിൽ ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനും സോണറ്റും കൂടി ബാൻഫ് ഡൗൺ ടൗൺ ഒക്കെ ജസ്റ്റ് ഒന്ന് കയറി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ നേരെ ജോൺസൺ കെനിയോണിലോട്ട് വന്നേക്കാണ്. ഇച്ചിരി ഹൈക്ക് ചെയ്യാനുണ്ട്, പക്ഷെ വളരെ അടിപൊളി ലൊക്കേഷനാണെന്നാണ് സോണത്തിൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനാ ഫീൽ ചെയ്യാം രണ്ടുപേരും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിഷ്വൽസൊക്കെ 1 by 1 ആയിട്ട്. റെസ്റ്റോറന്റ് ഉണ്ട്, ബിസ്ട്രോ. ഡാനി എന്നെ അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല. യെസ്, അറിയത്തില്ല, പക്ഷെ അത് ഞാൻ തീരുമാനിക്കണം. മറ്റേ പക്ഷെ അതെന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തണം. കൊണ്ടുപോയില്ല. ഈ ലൊക്കേഷൻ നൈസ് ആണെങ്കിൽ സോണറ്റിനെ ഞാൻ കൊണ്ടുപോകും. ഓക്കെ, യെസ്, സീ യു.
ഗൈസ് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടോ. അപ്പോൾ ഏകദേശം കുറച്ച് നേരത്തെ ഒരു ഹൈക്കിങ്ങിന് ശേഷം ഞങ്ങളുടെ ബാക്കിൽ കാണുന്നതാണ് ഫസ്റ്റ് ലോവർ ഫാൾസ് അല്ലേ. ലോവർ ഫോൾസ്. ഇനി മേലോട്ട് അപ്പർ ഫാൾസ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ. എനിക്കറിയില്ല എനിക്ക് എത്രമാത്രം വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് വേറൊരു ലീഗ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, അടിപൊളിയാണ്. ഇനിയും പറ്റുവാണെങ്കിൽ സമ്മറിലും കൂടി വരണം. പറ്റില്ലല്ലോ. ഓ ഗൈസ് കുട്ടാ ആദ്യക്കിടങ്ങാണെങ്കിൽ പുള്ളി എന്തായി നോക്കിക്കണേ. ഞാൻ അപ്പുറത്ത് വീട്ടില് അത് യെസ്, അതുപോലെ സോണറ്റ് പറഞ്ഞ പോലെ തന്നെ സോണറ്റ് വാക്ക് വലിച്ചു ഗൈസ്. കാരണം നല്ല കിടിലം വ്യൂ അല്ലേ. ഓ എടാ മോനെ വിഷയ സ്പോട്ട് വെച്ചോ, അടിപൊളി സ്പോട്ട്. ഞാൻ സ്പോട്ടിനെ കുറിച്ച് കൂടുതൽ പറയണില്ല, വിഷ്വൽസ് ഫുൾ ആഡ് ചെയ്യാം. ബാൻഫിലെ സമൂസ എങ്ങനെയുണ്ടോ? എൻ്റെ നാട്ടിൽ വെച്ച് ചോദിക്കാൻ ശോകാവസ്ഥ ആണോ? അപ്പോൾ ഗൈസ് ഞാനും സോണറ്റും കൂടി ബാൻഫ് ഡൗൺ ടൗൺ അല്ലേ ഇങ്ങനെ നടക്കുവാണ്. രാത്രിയായി. ഇത് ബാക്കിൽ കാണുന്നതാണ് ഡൗൺ ടൗൺ, ഫുള്ളുണ്ട്. ഇതൊക്കെയാണ് ഡൗൺ ടൗൺ. സീനായി. വണ്ടി ഡാനിയൽ കൊണ്ടുപോയി നശിപ്പിച്ചു. ഇല്ലാട്ടോ ഇവനാ ഡോഡ്ജേ. വണ്ടി വിറച്ചിരുന്നില്ല, ബ്രേക്ക് പാഡിന് ചെറിയ ഇഷ്യൂ കിട്ടിയിട്ടുണ്ട്. ശരിയാക്കിയോളൂ, നോ വറീസ്. ഡാനി കൊണ്ടുപോയി നശിപ്പിച്ചു. വാടാ ഞാൻ തൊട്ടിട്ടുള്ളാട്ടോ വണ്ടിയിൽ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം എൻ്റെ ആൽബർട്ട സീരീസ് കഴിഞ്ഞു. ലാസ്റ്റ് നാളെ ഞാൻ തിരിച്ച് ഫ്ലൈ ചെയ്യാണ് ഒണ്ടാറിയോലോട്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത അഖിൽ ബ്രോയ്ക്കും ഞങ്ങളുടെ പീലി പിന്നെ സോണറ്റിനും ഒരുപാട് താങ്ക് യു ഉണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ കൂടുതൽ ഇനി ഈ കൊല്ലം ട്രാവലിംഗ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വൺ ആയിട്ട് വീഡിയോസ് ഇങ്ങനെ ചെയ്യാം. ഓക്കെ ഗൈസ്, താങ്ക് യു. സൈനിങ് ഓഫ്, ഡാനിയൽ ജെയ്സൺ ആൻഡ് സോണറ്റ് ഫ്രം ബാൻഫ്.